ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നൈക്കിന്ന് വാങ്ങിയ മേക്കപ്പ് പ്രോഡക്ട്സ് ഇല്ല, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നൈക്കിന്ന് വാങ്ങിയ സ്കിൻ കെയറും മേക്കപ്പ് പ്രോഡക്ട്സും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഈ വീഡിയോ. ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ സൗണ്ടിൻ്റെ കൂടെ തന്നെ അതിൻ്റെയൊക്കെ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങോട്ട് ശ്രദ്ധിക്കുകയും വേണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അധികമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? ഞാൻ ഈ ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം, ഞാൻ വേറെ കുറേ ഡ്രസ്സ് നോക്കി, പക്ഷേ എല്ലാം കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നതും എന്താ എനിക്കൊരിത് തോന്നില്ല. ഇപ്പം നല്ല ചൂട് കാലവും കൂടെ ആയതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് ഇടാൻ തോന്നുന്നേ ഇല്ല. ഇതാകുമ്പം കുറച്ച് ലൂസായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇത് തന്നെ എനിക്ക് ഓക്കെ. ഇവിടെ ഫാൻ ഉണ്ടായിട്ട് ഫാനും ഇടാൻ പറ്റത്തില്ല. ഫാൻ ഇട്ടാൽ പിന്നെ അതിൻ്റെ സൗണ്ടായിരിക്കും മെയിനായിട്ട് കേൾക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനേ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫാക്കി വെച്ചേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഉടുപ്പിട്ടും അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉടുപ്പെടുത്തിട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. മിനിമലിസ്റ്റിൻ്റെ ഒരു ക്ലെൻസർ വെച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് ടോണർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതടിക്കുമ്പം മൂക്കിലോട്ട് അങ്ങ് കയറി അങ്ങ് പോകും. ഓഹോ, കണ്ടോ? ആയി. അപ്പം നമുക്ക് മുടിയൊക്കെ നമ്മൾ ആദ്യമേ മാറ്റണം കേട്ടോ. എൻ്റെ പിന്നെ ഫ്രണ്ടിൽ കുറേ ബേബി ഹെയർസ് ഉണ്ടായിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ എൻ്റെ ബേബി ഹെയർസ് ഉണ്ടായതുകൊണ്ട് അത് മുഖത്തോട്ട് വരുമ്പോൾ കുറച്ച് പ്രശ്നം. ഞാൻ ഹെയർ ബാൻഡ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ടോണർ ചെയ്തു. ടോണർ നമ്മൾ സെറ്റാക്കി കൊടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ സ്കിന്നിലോട്ട് അതങ്ങ് പെട്ടെന്ന് അങ്ങ് അബ്സോർബായി പോയിക്കോളും കേട്ടോ. അതൊക്കെ. അതിനുശേഷം നമ്മളെല്ലാം സ്പീഡിന് പറഞ്ഞു പോവാം കേട്ടോ. അയ്യോ, അതിനുശേഷം നമുക്കൊരു സിറം കൊടുക്കാം. ദൈവമേ, എൻ്റെ സിറം തീരാറായി. എത്ര പെട്ടെന്നാ തീരുന്നേ. പെട്ടെന്ന് അങ്ങ് തീരും. തീരാറായി. അപ്പം നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം. പക്ഷേ എനിക്ക് സിറം അപ്ലൈ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെ കൊടുക്കുള്ളൂ. ചിലർ ഇങ്ങനെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കറിയത്തില്ല ഏതൊരു ഇതാണ് കറക്റ്റെന്ന്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്, എനിക്കറിഞ്ഞുകൂടാ. ചിലർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്തെന്ന് പറയണ്ട, ഇങ്ങനെ ചെയ്യരുതെന്ന്. ചിലർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. എനിക്കത് അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ആദ്യം തൊട്ടേ ഞാനും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ചിലത് ഇങ്ങനെ തന്നെ ഉണക്കാൻ വിടുന്നവരും ഉണ്ട്. അത് വേറെ കുറച്ച് ആൾക്കാർ. ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പം എന്താ, എനിക്കിതാ പുതിയ കുരു വന്നു. അപ്പം അതും കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് മോയ്സ്ചറൈസർ നമുക്ക് കൊടുക്കാം. മോയ്സ്ചറൈസർ എൻ്റെ തീരാറായി കേട്ടോ. അപ്പം പിന്നെ ഞാൻ വേറെ രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. ട്യൂബ് തീരാറായി. പുതിയത് ഞാൻ അപ്പം മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ നമ്മളിതാ കഴുത്തിലോട്ട്, മോയ്സ്ചറൈസർ എന്നല്ല, നമ്മൾ മുഖത്ത് എന്തിട്ടാലും ഇത് കഴുത്തിലോട്ടും കൂടെ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ മുഖം ഒരു കളറ് കഴുത്തൊരു കളറായി വേറെ ആയിട്ടൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ രണ്ടും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്തു പോയാലും അപ്പം വിചാരിക്കും എന്ത്, എല്ലാം പഠിച്ചിട്ട്
ഇഷ്ടമാണ് ഇരിക്കുന്നതെന്ന് അങ്ങനെയല്ല, എന്നാലും ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇല്ല. അപ്പം നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പം എന്താവുമെന്ന് അറിയത്തില്ലല്ലോ ഈശ്വര. മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലാണ് എങ്കിൽ പോലും സൺസ്ക്രീൻ നമുക്കിട്ട് കൊടുക്കാം. ലൈറ്റുകളുണ്ട്, ചൂടാണ്, എല്ലാം നമുക്ക് എന്താ മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുക്കാൻ, സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കാം. ചിലർ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് സൺസ്ക്രീനിന്. ഞാൻ അങ്ങനെയൊന്നും ഇല്ല, എങ്ങനെ ഇട്ടാലും ആയാൽ മതിയല്ലോ. ഞാൻ കുറച്ച് കവർ ചെയ്തായിരുന്നു. പക്ഷെ പുറത്തു ആണെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം നല്ലോണം ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം പിന്നെ അത്രയ്ക്ക് നമ്മളില്ല, എന്നാലും വെട്ടമൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് ഫേസ് ഫുള്ള് കവർ ചെയ്തായിരിക്കും ഇടുക. ചെവിയിൽ പിന്നെ നമ്മളിടണം. ഇതൊക്കെ വെയിലടിക്കുമ്പോൾ ചെവിയിലടിക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പം അതിനുള്ളതും എല്ലാം ഉള്ളതും നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പം അതെത്രയും കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടിയിരിക്കും. ഓക്കെ, അത് സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ലിപ് ബാം. സ്കിൻ കെയർ പരിപാടി ഡൺ. അപ്പം അത് ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ സാധനങ്ങൾ വെച്ച് മേക്കപ്പ് ചെയ്യാം. അപ്പം പിന്നെ ഇനി നമുക്ക് എന്തായാലും സ്കിൻ കെയർ കഴിഞ്ഞ ശേഷം നമുക്ക് പ്രൈമർ ഇടാം. എന്തായാലും ഞാനിത് വാങ്ങിയതല്ലേ, അപ്പം എങ്ങനെയുണ്ട്, ഇത് വർക്കിംഗ് ആണോ, ഇത് പറയുന്നത് എന്താണോ, പ്രൈം പ്രൊട്ടക്ട്സ് ആൻഡ് മോയ്സ്ചറൈസ് എന്നാട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ്, ഓയിൽ ഫ്രീ ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും വാങ്ങിയതല്ലേ, അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. എനിക്കിതിനകത്ത് അറിയാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്, നമുക്കൊരു കണ്ണാടി വേണം. എനിക്ക് കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കോമ്പാക്ട് ഇതിൻ്റെ അതെടുക്കാം. അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് എനിക്കറിയത്തില്ല, പക്ഷേ ഓയിലില്ല. ഇത് പോഴ്സ് അടയ്ക്കുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഓയിൽ ഫ്രീ ആണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്കത് അറിയാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ടത്. ഇവിടെ ഞാൻ പോഴ്സ് അടിച്ച് നോക്കാൻ പറ്റും, നോക്കട്ടെ. ഓയിൽ ഫ്രീ ആണെന്ന് പറയുന്നത് ഞാൻ സമ്മതിച്ച്. എന്താ അങ്ങനെ നമ്മൾ പ്രൈമർ ഇട്ടു. പ്രൈമർ എനിക്കിഷ്ടപ്പെട്ടു. ഈ പ്രൈമർ ഇഷ്ടപ്പെട്ടു. ഇൻസൈറ്റിൻ്റെ ഒരു പ്രൈമർ, ഇത് ഏറ്റവും ചെറുതായിട്ടോ. ഞാൻ 10 ml വാങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതുകൊണ്ട് ഏറ്റവും ചെറിയ ഒരു ട്യൂബ് തന്നെ മേടിക്കാനാണ് വിചാരിച്ചത്. പ്രൈംസേയും പ്രൊട്ടക്റ്റേയും മോയ്സ്ചറൈയും ലോങ് ലാസ്റ്റിംഗ് ആണ്, ഓയിൽ ഫ്രീ ആണ്. ഇതിൻ്റെ കൂടെ പ്രൈമർ ഇടണോ വേണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അതെനിക്കറിയില്ല. പ്രൈമർ ഞാൻ വാങ്ങിയ സ്ഥിതിക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈമർ ഞാൻ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് വൺ ഈസ് BB ക്രീം. ഫൗണ്ടേഷൻ ഒന്നുമില്ല, ഞാൻ ഇതില്ലേ വാങ്ങിയത്. അപ്പോൾ ഈ BB ക്രീം, പോൺസിൻ്റെ ഈ ഒരു BB ക്രീം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഭയങ്കരമായിട്ട് കവറേജ് ഒന്നും തരൂല, എന്നാലും ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗ്ലോ തരും എന്നൊക്കെ പറയുന്നതാ, ഐ ഡോണ്ട് നോ.
നമുക്ക് എന്തായാലും ഇതും കൂടി ഇട്ട് നോക്കാം. നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്യുന്ന ബ്ലെൻഡറോ ബ്രഷോ ഒന്നുമില്ല, നമുക്ക് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഫസ്റ്റ് നോക്കുന്ന എൻ്റെ മുഖത്ത് കുറച്ച് പാടുകളുണ്ട്, അപ്പം അതൊന്ന് നല്ല കവറേജ് കൊടുക്കൂലെന്നറിയാം. എന്നാലും എത്ര പേരത് സെറ്റാക്കും എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എന്തായാലും BB ക്രീം ഒന്നും ഫൗണ്ടേഷൻ്റെ അത്രയൊന്നും ആവൂല. ഫൗണ്ടേഷൻ്റെ അത്രയൊന്നും ആവത്തില്ല, അത് വേറൊരു കാര്യമാണ്. എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല ഗൈസ്. അത് നെറ്റിമേൽ ഇട്ട് കൊടുക്കാം. എനിക്കെന്തോ കുഴപ്പമുണ്ട് ഗൈസ്. എൻ്റെ കുട്ടി ഹെയർസൊക്കെ ദൈവമേ ഇത് കൂടിപ്പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാനിതെല്ലാം കോളമാക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല തെറ്റുകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളൊന്നും വിചാരിക്കരുത്, എനിക്ക് പറയാനുള്ളൂ. ഒന്നും അറിയാത്തൊരു കുട്ടി ചെയ്യുന്നതായിട്ട് വിചാരിക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. ഞാൻ ഇട്ടു. എങ്ങനെയുണ്ട് എനിക്കറിഞ്ഞൂടാ സത്യത്തിൽ, പക്ഷേ കുഴപ്പമില്ല, വലിയൊരു കവറേജൊന്നും ഇല്ല. BB ക്രീമല്ലേ, അപ്പോൾ നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. പിന്നെ ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്. എനിക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിഞ്ഞൂടാ, സോറി. എന്തായാലും ഇങ്ങനെയാണ് ഒരു ഇത് വരുന്നത്. ഒന്നും അറിയാതെ വന്നിരുന്ന് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ഈ കണ്ണ് ആ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ഇതാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ ചെയ്യാം. കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഡാർക്ക് സർക്കിളൊക്കെ ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ടാവും, കണ്ടോ? ഇനി ഞാൻ ഇതും കൂടെ ചെയ്തിട്ട് വരാം, എന്നിട്ടത് കാണിച്ചു തരാവേ. അപ്പം ഞാൻ എന്താണ്ട് കണ്ടതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. എന്താ പോലെ ഉണ്ടല്ലേ, എനിക്കെന്താ പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമുക്കത് സെറ്റാക്കാം, നമ്മളത് ശരിയാക്കണമല്ലോ. ഒന്നും അറിയാത്തതിൻ്റെ ഓരോരോ മിസ്റ്റേക്കുകളൊക്കെ ഈ ചെയ്ത് വെച്ചതിലുണ്ടാവും. എനിക്കറിയാം മിസ്റ്റേക്കുകളേ ഉണ്ടാവുള്ളൂ എന്ന്. അത് നമുക്കിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതായി. ഇനി നമുക്ക് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. വാവ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, കണ്ടോ ഈ ഒരു ഗ്ലോ ഇവിടെ മാറ്റായത്? ഓക്കെ, അതിനെ അപ്പം ഫുള്ളൊന്ന് ഫില്ല് ചെയ്തിട്ട് വരട്ടെ. ഇതെനിക്കിഷ്ടപ്പെട്ടു.
കോമ്പാക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇടുന്നത് ശരിയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്തായാലും എനിക്ക് ഓയിലി ആയിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓവർ ആയില്ലല്ലോ അല്ലേ? ആ, നമുക്കെല്ലാം സെറ്റാക്കാടെ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് നമുക്കിനി ഐബ്രോ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ വേഗം എഴുതി കൊടുത്തു. നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് പറയാം എനിക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടു ഏതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഉള്ളത്. ഐ ഷാഡോ നമുക്ക് ഒരു ഐ ഷാഡോ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിയതല്ല, ഞാൻ ഇതിന് മുന്നേ നേരത്തെ വാങ്ങിയ ഐ ഷാഡോയാണ്. അതായത് നമ്മുടെ ലുക്കൊന്ന് ഇത്രയൊക്കെ ആക്കിയതല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ഞാനതൊക്കെ കൈകൊണ്ട് തന്നെ കേട്ടോ ഇടുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഇട്ടു. ഇനിയെല്ലാം പെട്ടെന്ന് കാണിക്കുന്നു കേട്ടോ. എൻ്റെ ആ പ്രൊഡക്റ്റൊക്കെ തീർന്നു. ഞാൻ പുതിയതായിട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം എല്ലാം യൂസ് ചെയ്ത് ഇനിയെല്ലാം എൻ്റെ കയ്യിലുള്ളതൊക്കെ തന്നെ ഞാൻ വെച്ച് എന്തൊന്നും മെനയാക്കണമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ തോക്കാൻ ഞാൻ റെഡിയല്ല. നമുക്ക് കണ്ണെഴുതാം. നിങ്ങളിത് കണ്ടിട്ട് ഇതൊന്നും ട്രൈ ചെയ്യാതൊന്നും ഇരിക്കണ്ട കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്തോ. കാര്യം എനിക്കിതൊന്നും ഇട്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇടാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ അവർ 10-15 മിനിറ്റിനുള്ളിൽ കാര്യം നടത്തും, അത് വേറൊരു കാര്യം. പക്ഷേ എനിക്കത് ഇടാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് ലല്ലല്ലൊക്കെ അടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇടാൻ അറിയാമല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ആക്കാൻ അറിയാമെങ്കിൽ ആക്കിക്കോളൂ. മസ്കാര ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ കൊണ്ടാണ്ട് ഇടാൻ വലിയ വശമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മസ്കാര ഞാൻ എന്നൊക്കെ ഇടുന്നുണ്ടോ അന്നൊക്കെ എനിക്ക് പറ്റുന്നൊരു പണിയാണിത്. ഓക്കെ, ഞാൻ അധികം ഇന്നത് പണിയുന്നൊരു കാര്യം, ഈ സാധനം ഇടുമ്പം മര്യാദയ്ക്ക് ഇടാൻ അറിയുന്നവർക്ക് ഇടാം. എനിക്കിതിടാൻ പേടിയാണ്, എന്നാലും ഞാൻ ഇടും. നമുക്ക് പെട്ടെന്ന് വൈപ്പിക്കാതെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് കൊടുക്കാം. നമുക്കിതെൻ്റെ ഫേവറേറ്റ് സാധനം, ഞാൻ ഇടാൻ കൊതിച്ചിരുന്ന സാധനം നമുക്കിട്ട് കൊടുക്കാം. ഈ 3 ഞാൻ ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചേറി ഇടും കേട്ടോ. ഇതൊക്കെ അതിൻ്റെ യൂസിൽ തന്നെ, അത് ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ഹൈലൈറ്ററും കൂടെ കൊടുക്കാം. ഹൈലൈറ്റർ പിന്നെ നമുക്ക് ഇനി നമുക്ക് ഹെയറും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. അങ്ങനെ അത് കഴിഞ്ഞു. ഒരു പൊട്ടും പിന്നെ ഒരു കുട്ടിക്കമ്മലും പിന്നെ മുടി ഇങ്ങനെ കെട്ടി. എനിക്ക് വേറെ ഇങ്ങനെയൊന്നും കെട്ടാനൊന്നും അറിയത്തില്ല. എങ്ങനെ ഉണ്ട് എൻ്റെ ഇത് ഞാൻ പറയാം. എൻ്റെ ഇത് എനിക്കിഷ്ടപ്പെട്ടു.
ആദ്യമായിട്ട് ചെയ്തത് കൊണ്ട് കുറേ തെറ്റുകളുണ്ടാവാം, കുഴപ്പമില്ലായിരിക്കാമല്ലേ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. മറ്റുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം, കുഴപ്പമില്ല. ഇത് വാങ്ങണമെന്നല്ല, വേറെ BB ക്രീമുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് BB ക്രീം അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം, പക്ഷെ ഫുള്ളൊരു കവറേജ് നിങ്ങൾക്ക് കിട്ടൂല. അതാ ഞാൻ ഇതിന്ന് പറയുന്നത്. ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഓക്കെ കേട്ടോ, ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലോയും സംഭവമൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രൈറ്റൻ അല്ലെങ്കിൽ ഫുൾ കവറേജ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കോമ്പാക്ട് പൗഡറും എനിക്കിഷ്ടപ്പെട്ട്, ഇതും എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല, ഇത് ഞാൻ വെച്ചിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം ഇത് ഞാൻ ഓൾറെഡി BB ക്രീം ഇട്ടുകൊണ്ട് ഇതിന് മുകളിലാണ്, അത് ആദ്യം ഇടേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഒഴിവാക്കിയതാണ്. പ്രൈമർ എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു പ്രൈമറായിട്ടോ ഇത്. പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് അടിപൊളി ഒരു പാലറ്റാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ എന്താ ഞാൻ വാങ്ങിയത്, ഇത്രയുള്ള ബാക്കിയെല്ലാം എന്താ എൻ്റെ പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, വെറുതെ ഒരു വീഡിയോ കേട്ടോ. ഞാൻ പിന്നെ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, ഞാൻ എങ്ങനെയുള്ള വീഡിയോസാണ് ഇനി ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ താല്പര്യം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതേപോലെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടാറ്റാ.